ഞാനിന്ന് ബസ് സ്റ്റോപ്പിൽ എൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആൻറ്റി എന്നെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ആൻറ്റിയുടെ അടുത്ത് ഞാൻ എത്തിയപ്പോൾ ആൻറ്റി അയ്യോ കൃഷ്ണയുടെ മോളല്ലേ, ഇത് എന്താ ഇങ്ങനെ തടിച്ചിരിക്കുന്നത്, ഉഫ് ഒക്കെ ചേർത്ത് മനസ്സിലാവാണ്ടായിട്ടോ മോളെ തടിക്കൊന്ന് കുറയ്ക്കണേ, ഇത് എങ്ങോട്ടാണ് ഇനി തടിച്ച. ഞാൻ എന്താ ചെയ്തത്? ഞാൻ നിങ്ങളോട് എന്താണ് ചെയ്തത്? ഞാൻ കോളേജിലുള്ളപ്പം ഒരുത്തൻ എൻ്റെ മേലെ സൂചിപ്പിനെടുത്ത് കുത്തിയിട്ട് ചോദിക്കുക വേദനിക്കുന്നുണ്ടോ? പന്നിയുടെ ശരീരമല്ലേ, എങ്ങനെ വേദനിക്കാനാണ്? ഇവർ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ ഏതാണ്ട് ഉഫ് ഞാൻ ഇന്ന് എന്തോ ഒരു പുണ്യപ്രവൃത്തിയാ ചെയ്തേ എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഇപ്പം എംപിള്ളേരായി കഴിഞ്ഞാൽ അവർ ക്ലാസ് ബോഡി വേണം, ആമ്പിള്ളേരെ 6 പാക്ക് വേണം. ഇവരുടെ ഈ വിഷമങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നേ നമ്മൾ ഡെയിലി അവരുടെ വീട്ടിൽ പോയിട്ട് ചോറുണ്ടോണ്ടിരിക്കുന്നേന്നേ. നമ്മൾ ഈ ചോറുണ്ടുമ്പോൾ അവരുടെ അടി തീർന്നുകൊണ്ടിരിക്കുകയല്ലേ. ആൻറ്റീസ് അത് കാരണല്ലേ പറയുന്നേ. ആരുടെ വിചാരം എന്താണെന്നറിയോ? ഇവരിതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കണ്ണാടിയിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ അവർ പറഞ്ഞത് എന്ത് ശരിയാ, ഞാൻ ആകെ തടിച്ചു. താങ്ക് യു റാൻഡം പീപ്പിൾ, താങ്ക് യു സോ മച്ച്. ഇനി മോളെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന ആൻറ്റിമാരോട് സന്തോഷം മാത്രം. എന്നെ ആരും കണ്ട് മനസ്സിലാക്കുന്നത് എനിക്ക് ഒരു ആഗ്രഹമില്ല ആൻറ്റീസ്.